Hi all, welcome back to Click. അപ്പോൾ ഡേ 14 ഓഫ് PYQ Blitz 25 ഡേയുടെ ലാസ്റ്റ് സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇതിൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ വാട്ടർഫോൾ മോഡൽ. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സും തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. സോ 1 by 1 ആയിട്ട് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റും പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ടേ നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ വാട്ടർഫോൾ മോഡൽ ഈസ് ദ ഓൾഡസ്റ്റ് പാരാഡിഗം ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ട്രൂ അല്ലേ? അത് നമുക്ക് അറിയുന്ന ഒരു എന്താ പറയുക യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അത് ആക്ച്വലി. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഈ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേരാണ് വിൻസ്റ്റൺ W. റോയ്സ്. അറൌണ്ട് 1970s സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും മോസ്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡൽ. ഇത് വാട്ടർഫോൾ മോഡൽ. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത്? ദ വാട്ടർഫോൾ മോഡൽ സംടൈംസ് കോൾഡ് ദ ക്ലാസിക് ലൈഫ് സൈക്കിൾ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇതിനെ നമ്മൾ ക്ലാസിക് ലൈഫ് സൈക്കിൾ മോഡൽ എന്നും പറയാറുണ്ട്. കാരണം ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മോഡൽ യൂസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് and served as the foundation for other models. Okay, so statement 2 is also true. Now coming to statement 3, workflows from communication through deployment in a reasonably non-linear fashion. അത് ട്രൂ ആണോ? ഇൻകറക്റ്റ് അല്ലേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? അതായത് വാട്ടർഫോൾ മോഡൽ എന്താണ് ഫോളോ ചെയ്യുന്നത്? ഒരു സ്ട്രിക്ട്ലി ലീനിയർ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഓരോ ഫേസും ഫുള്ളി കംപ്ലീറ്റഡ് ആയതിനു ശേഷം മാത്രം നെക്സ്റ്റ് ഫേസിലേക്ക് പോവുള്ളൂ. ഇതിനകത്ത് ബാക്ക് ട്രാക്കിങ്ങോ ഐട്രേഷനോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതിന് നോൺ ലീനിയർ എന്ന് പറയുന്നത്, ഇവിടെ ഇത് ഫോൾസ് ആവാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം ഈ ഒരു ടെർമിനോളജി ആണ്. സോ നോൺ ലീനിയർ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് സ്ട്രിക്ട്ലി ലീനിയർ സീക്വൻസ് ആണ്, ഓർത്തു വെക്കുക കേട്ടോ. Now, moving to the fourth statement. എന്താണ്? A variation in the representation of the waterfall model is called the V model. True അല്ലേ? ആണ്. എന്താണ് V model എന്ന് ഓർമ്മയുണ്ടോ? It's a validation and verification model. ഇതെന്ന് പറയുന്നത് വാട്ടർഫോൾ മോഡലിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഇതിനകത്ത് ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് ഓരോ ഡെവലപ്മെന്റ് ഫേസുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് എംഫസൈസസ് ഏർലി ടെസ്റ്റിംഗ് ആൻഡ് സംടൈംസ് കോൾഡ് വാട്ടർഫോൾ വിത്ത് ടെസ്റ്റിംഗ്. ഈ വി മോഡലിനെ നമുക്ക് വേണമെങ്കിൽ വാട്ടർഫോൾ വിത്ത് ടെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ട്രൂ ആയിട്ടുള്ളത്, നമ്മുടെ അടുത്ത് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റിനകത്ത്. ട്രൂ ആയിട്ടുള്ളത് 1 കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്, 4 കറക്റ്റ് ആണ്. സോ 1, 2, 3 ഇതല്ല ആൻസർ. 1, 2, 4. സോ ഓപ്ഷൻ ബി അല്ലേ റൈറ്റ് ആൻസർ വരുന്നത്? ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജനറിക് പ്രോസസ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് ജനറിക് പ്രോസസ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി എന്ന് അറിയേണ്ടതുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 കോർ ആക്ടിവിറ്റീസ്. ഈ പറയുന്ന ഈ 5 കോർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഇതാണ് മോസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡൽസിന്റെയും ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ട സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ച് ഡിഫൈൻ ചെയ്യാനാണ് ഈ കോർ ആക്ടിവിറ്റീസ്, ഈ 5 കോർ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഈ പറയുന്ന 5 ജനറിക് പ്രോസസ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അത് ലിസ്റ്റ് ചെയ്താൽ തന്നെ ഇതിന്ന് നമുക്ക് ആൻസർ മനസ്സിലാവും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഗാദറിംഗ് റിക്വയർമെന്റ്സ് ആൻഡ് ഡിസ്കസിംഗ് സിസ്റ്റം നീഡ്സ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് പ്ലാനിങ്. പ്ലാനിങ്ങിനകത്ത് എന്താ? ഷെഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ റിസോഴ്സസ് അസൈൻ ചെയ്യുന്നു, കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതൊക്കെ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഇനി തേർഡ് പ്രോസസ് എന്ന് പറയുന്നത് മോഡലിംഗ് ആണ്. അതായത് സിസ്റ്റം ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുക, ഡേറ്റ ഫ്ലോ ഡിസൈൻ ചെയ്യുക, സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുക, അതെല്ലാം നടക്കുന്നത് മോഡലിങ്ങിനകത്താണ്. ഫോർത്ത് പ്രോസസ് എന്ന് പറയുന്നതാണ് കൺസ്ട്രക്ഷൻ. അതായത് നമ്മുടെ കോഡിങ്ങും
അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ടെസ്റ്റിങ്ങും കൺസ്ട്രക്ഷനകത്താണ് വരുന്നത്. ഫിഫ്ത്ത് വൺ ഓഫ് കോഴ്സ് എന്തായിരിക്കും? ഡിപ്ലോയ്മെന്റ്. ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രൊഡക്റ്റ് യൂസേഴ്സിന് ഡെലിവർ ചെയ്യാം. അതിന്റെ ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസും ഒക്കെ ഈ ഡിപ്ലോയ്മെന്റിനകത്ത് പെടുന്നതായിരിക്കും. ഇനി നിങ്ങൾ നോക്കൂ, ഈ തന്നിട്ടുള്ള ഓപ്ഷൻസ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ജനറിക് പ്രോസസ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ ഇതല്ല ആൻസർ. മോഡലിംഗ് വരുന്നില്ലേ? ഉണ്ട്. ഡിപ്ലോയ്മെന്റ് വരുന്നില്ലേ? ഉണ്ട്. മെഷർമെന്റ് വരുന്നുണ്ടോ? ഇല്ല. സോ ഇതാണ് നമ്മൾ ബബിൾ ചെയ്യേണ്ട ആൻസർ. ഇത് നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് ജനറിക് പ്രോസസ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിക്കകത്ത് വരുന്നില്ല. Let's jump to the next question. In a requirement analysis phase, use cases and user stories used in which model? And the right answer is option D, scenario based models. അതായത് ഈ സെനാരിയോ ബേസ്ഡ് മോഡൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റം യൂസേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ആക്ടേഴ്സ് എന്നും പറഞ്ഞൂടെ? യൂസേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സുമായിട്ട് ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നതാണ് ഈ പറയുന്ന സെനാരിയോ ബേസ്ഡ് മോഡൽസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് സെനാരിയോസിൽ അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് സെനാരിയോ ബേസ്ഡ് മോഡൽസ്? അതായത് യൂസ് കേസസ് സ്പെസിഫിക് ഇന്ററാക്ഷൻസ് ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഒരു യൂസറും സിസ്റ്റവും തമ്മിലുള്ള സ്പെസിഫിക് ഇന്ററാക്ഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് യൂസ് കേസസ് യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള യൂസ് കേസസ്. ഓക്കെ, ഇനി യൂസർ സ്റ്റോറീസിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിലോ, ഇറ്റ് ഡിഫൈൻ സ്മോൾ സിമ്പിൾ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് എ ഫീച്ചർ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ യൂസർ. ഈ സെനാരിയോ എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെന്റ് റിയൽ വേൾഡ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സിസ്റ്റം ഈസ് യൂസ്ഡ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിക്വയർമെന്റ് അനാലിസിസ് ഫേസസിൽ യൂസ് കേസസ് അതുപോലെ യൂസർ സെനാരിയോസും എല്ലാം യൂസ് ചെയ്യുന്നത് സെനാരിയോ ബേസ്ഡ് മോഡൽസിലാണ്. നമ്മുടെ മെറ്റീരിയലിനകത്ത് യൂസ് കേസിനും അതുപോലെ തന്നെ യൂസർ സ്റ്റോറിക്കും എക്സാമ്പിൾസ് ഉൾപ്പെടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു റീഡ് ഇറ്റ് കെയർഫുള്ളി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In software engineering, MVC means വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. MVC എന്ന് പറഞ്ഞാൽ മോഡൽ വ്യൂ കൺട്രോളർ, വിച്ച് ഈസ് ഓപ്ഷൻ എ ഇറ്റ് സെൽഫ്. മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറൽ പാറ്റേൺ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് യൂസർ ഇന്റർഫേസസ് ബൈ സെപ്പറേറ്റിംഗ് ദ ആപ്ലിക്കേഷൻ ഇൻ ടു 3 ഇന്റർകണക്റ്റഡ് കോമ്പണൻസ്. ഇതിനകത്തെ മോഡൽ M എന്ന് പറയുന്നത് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ബിസിനസ് ലോജിക് അതുപോലെ തന്നെ ഡേറ്റ. ഇത് രണ്ടുമാണ് ബേസിക്കലി M കൊണ്ട് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വ്യൂ ആണെങ്കിൽ എങ്ങനെയാണ് യൂസർ ഇന്റർഫേസ് ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡേറ്റ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MVC എന്നല്ലേ പറഞ്ഞിട്ടുള്ള സി കൺട്രോളർ ആണ്. കൺട്രോളർ എന്ന് പറയുമ്പോൾ ഇറ്റ് മാനേജസ് യൂസർ ഇൻപുട്സ്, അതുപോലെ തന്നെ ഇന്ററാക്ട്സ് വിത്ത് മോഡൽ ആൻഡ് അപ്ഡേറ്റ്സ് ദ വ്യൂ. ഇത് ഒരു ASP.NET MVC വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഒരു വെബ് ഡെവലപ്മെന്റ് എക്സാമ്പിൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു റീഡ് ഇറ്റ്. Let's jump to the next question. Among the following statements, which one is or are not correct? Not correct എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Alpha testing, beta testing and acceptance testing are 3 different types of user testing. True ആണോ? True ആണ്. ഇൻകറക്റ്റ് ആണേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്റേണലി ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് റിലീസിന് മുൻപ് ചെയ്യുന്ന ടെസ്റ്റിങ്ങിനെയാണ് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ യൂസേഴ്സ് ആണ് അത് ആ ഒരു ബീറ്റ ടെസ്റ്റിംഗ് നടത്തുന്നത്. അത് പക്ഷെ ഫൈനൽ റിലീസിന് മുൻപ് ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിലായിരിക്കും ബീറ്റ ടെസ്റ്റിംഗ് നടക്കുക. അപ്പൊ ആൽഫ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് ബീറ്റ ടെസ്റ്റിംഗ് വരുന്നത്. ദെൻ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. അതെന്ന് പറയുന്നത് ensures that the software meets business requirements before deployment. ഇത് മൂന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂസർ ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺലി. നൗ മൂവിംഗ് ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അത് നോക്കൂ, യൂണിറ്റ് ടെസ്റ്റിംഗ് ഷുഡ് ഫോക്കസ് ഓൺ ടെസ്റ്റിംഗ് കോമ്പണന്റ് ഇന്റർഫേസസ്. അത് ട്രൂ ആണോ? ഇൻകറക്റ്റ് അല്ലേ? അത് നോക്കൂ, യൂണിറ്റ് ടെസ്റ്റിംഗ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ് ഫോക്കസസ് ഓൺ ടെസ്റ്റിംഗ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ടെസ്റ്റിംഗ് കോമ്പണന്റ് ഇന്റർഫേസസ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ ശരിയായിരിക്കേണ്ടത് ഏതായിരിക്കണം? ടെസ്റ്റിംഗ് ഇൻഡിവിജ്വൽ
യൂണിറ്റ്സ്, അതായത് ഫങ്ഷൻസ്, മെത്തേഡ്സ്, ക്ലാസ്സസ് ഇൻ ഐസൊലേഷൻ, നോട്ട് കോമ്പണന്റ് ഇന്റർഫേസസ്. ഓക്കെ, കോമ്പണൻസ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിലാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ കറക്റ്റ് വേർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? യൂണിറ്റ് ടെസ്റ്റിംഗ് ഷുഡ് ഫോക്കസ് ഓൺ ടെസ്റ്റിംഗ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് കോഡ് ഇൻ ഐസോലേഷൻ. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഓപ്ഷൻ 2 എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആണ് എന്ന്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്ന്. പക്ഷെ ദിസ് ഈസ് നോട്ട് ട്രൂ because it is saying testing component interfaces എന്നാണ്. So it's a false statement. Now moving to the third statement, system testing checks the components are compatible, interact correctly and transfer the right data at the right time across their interfaces. Correct അല്ലേ? Yes, correct ആണ്. System testing എന്ന് പറഞ്ഞാൽ validates the entire system as a whole, which ensures എല്ലാ കോമ്പോണൻസും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓരോ മൊഡ്യൂളിന്റെ ഇടയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ കറക്റ്റ്ലി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ നമുക്ക് ഇതിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യണ്ടേ? അതായത് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് 2 ഓൺലി ആണ് നോട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദിസ് ഇറ്റ് ഗിവ്സ് ഓപ്ഷൻ D as the correct answer. Let's jump to the next question. Dash checking whether new features break or degrade functionality. Correct answer regression testing ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്തിനാണ് പെർഫോം ചെയ്യുന്നത്? ടു ചെക്ക് വെദർ ന്യൂ ഫീച്ചേഴ്സ്, അപ്ഡേറ്റ്സ് ഓർ ബഗ് ഫിക്സസ് ഇൻട്രൊഡ്യൂസ് ന്യൂ ഇഷ്യൂസ് ഓർ ബ്രേക്ക് എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റി അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ നോ നീഡ് ഓഫ് ഫർദർ എക്സ്പ്ലനേഷൻ ഐ ബിലീവ്. Okay, let's jump to the next question. Find the statement that not related to 3 core steps in the Six Sigma methodology. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇതിനകത്ത് സിക്സ് സിഗ്മ മെത്തഡോളജിയിലെ 3 കോർ സ്റ്റെപ്സുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സിക്സ് സിഗ്മ എന്ന് പറയുന്നത് ഒരു ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് ആണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രോസസ് ഇംപ്രൂവ്മെന്റിനാണ് യൂസ് ചെയ്യുന്നത്. അതും ഇഫക്റ്റുകൾ റെഡ്യൂസ് ചെയ്യുക, വേരിയബിലിറ്റി റെഡ്യൂസ് ചെയ്യുക, അതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആണ് ഈ ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് ആണ് സിക്സ് സിഗ്മ മെത്തഡോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡിമേക്ക്. I'm not sure whether you are aware of this. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. DMAIC എന്ന് പറയുന്ന ഫ്രെയിംവർക്കിനെയാണ് സിക്സ് സിഗ്മ ഫോളോ ചെയ്യുന്നത്. ഇതിലെ ഓരോ ലെറ്റേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡി എന്ന് പറയുന്നത് ഡിഫൈൻ, അതായത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, കസ്റ്റമർ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക, പ്രൊജക്ട് ഗോൾസ് ഐഡന്റിഫൈ ചെയ്യുക, അതൊക്കെയാണ് ഈ ഡിഫൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ മെഷർ, M സ്റ്റാൻഡ്സ് ഫോർ മെഷർ. മെഷർ എന്ന് പറയുമ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? കറണ്ട് പ്രോസസ് പെർഫോമൻസ് മെഷർ ചെയ്യുക, അതാണ് മെഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കംസ് എ സ്റ്റാൻഡ്സ് ഫോർ അനലൈസ്. ഈ ഡിഫക്ട്സിന്റെ അതുപോലെ തന്നെ വരാവുന്ന വേരിയേഷൻസിന്റെ ഒക്കെ റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അനലൈസിൽ ചെയ്യുന്നത്. ദെൻ ഇംപ്രൂവ് എന്ന് പറയുമ്പോൾ ഈ ഡിഫക്ട്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക, അതാണ് ഇംപ്രൂവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കംസ് സി മീൻസ് കൺട്രോൾ, അതായത് മോണിറ്റർ ഇംപ്രൂവ്മെന്റ്സ് ടു സസ്റ്റെയിൻ ഗെയിൻസ്. ഓക്കെ, ഇതാണ് ഡിമേക്ക് എന്നതുകൊണ്ട് ഇതാണ് DMAIC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിക്സ് സിഗ്മ ഫോളോ ചെയ്യുന്നത് DMAIC ഫ്രെയിംവർക്ക് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ DMAIC-നെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ് ആൻഡ് കൺട്രോൾ. ഓക്കെ, ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് ആണ് സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇംപ്രൂവ് ദ പ്രോസസ് ബൈ എലിമിനേറ്റിംഗ് ദ റൂട്ട് കോസസ് ഓഫ് ഡിഫക്ട്സ്. കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് ആണ്. ഈ ഒരു ഇംപ്രൂവ് ദ പ്രോസസ് ബൈ എലിമിനേറ്റിംഗ് ദ റൂട്ട് കോസസ് ഓഫ് ഡിഫക്ട്സ് എന്ന് പറയുമ്പോൾ ദിസ് അലൈൻസ് വിത്ത് ഇംപ്രൂവ് ഫേസ് ഓഫ് DMAIC. അതിലെ ഇംപ്രൂവ് ഫേസുമായിട്ട് അലൈൻ ചെയ്യുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. Moving to statement 2. Define customer requirements and deliverables and project goals via well-defined methods of customer communication. This does not directly relate.
കാരണം സിക്സ് സിഗ്മ ഇൻവോൾവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡിഫൈനിങ് ഗോൾസ്. ഈ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കസ്റ്റമർ കമ്മ്യൂണിക്കേഷനിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് സിക്സ് സിഗ്മയുടെ DMAIC അപ്രോച്ചിന്റെ ഒരു കോർ പാർട്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. Measure the existing process and its output to determine current quality performance. അതായത് collect defect metrics. ഇത് correct അല്ലേ? This aligns with the measure measure phase of DMAIC. Okay. ഇനി fourth statement എന്താണ്? Analyze the defect metrics and determine the vital ഫ്യൂ കോഴ്സസ്. ഇത് കോർ സ്റ്റെപ്പ് അല്ല. ഓക്കെ, അതായത് സിക്സ് സിഗ്മയുടെ ഭാഗമായിട്ട് നമ്മൾ ഡിഫക്ട്സ് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ തന്നിട്ടുള്ള വേർഡിങ് സജസ്റ്റ് ചെയ്യുന്നത് ഒരു, എങ്ങനെ പറയാം, നമുക്ക് ഡിഫക്ട് മെട്രിക്സിൽ ഒരു നാരോ ഫോക്കസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് അത് ആക്ച്വലി ഒരു അനലൈസ് ഫേസിന്റെ ഓൺലി ആസ്പെക്ട് മാത്രമല്ല, അനലൈസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡിഫക്ട് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിൻ ദ വൈറ്റൽ ഫ്യൂ കോസസ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു നാരോ ഡൗണിങ് ആണ് നമുക്ക് ഇവിടെ, നാരോ ഫോക്കസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ സിക്സ് സിഗ്മ മെത്തഡോളജിയുടെ 3 കോർ സ്റ്റെപ്സ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്തത് ഏതൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2 റിലേറ്റഡ് അല്ല, അതുപോലെ 4ഉം റിലേറ്റഡ് അല്ല. സോ ഐ ബിലീവ് ദാറ്റ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Now let's jump to the next question. Which of the following is the correct level of maturity in Software Engineering Institute's Capability Maturity Model, CMM model? Okay, the Capability Maturity Model എന്ന് പറയുന്നത് it's a framework developed by Software Engineering Institute, SCI. അതുകൊണ്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ SCI CMM എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് ഇത് കണ്ടു കഴിഞ്ഞെന്ന് വെച്ചാല്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു അസസ് ആൻഡ് ഇംപ്രൂവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്. SCIയുടെ ക്യാപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡലിനകത്ത് 5 മെച്യൂരിറ്റി ലെവൽസ് വരുന്നുണ്ട്. ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇൻക്രീസിംഗ് ഡിഗ്രി ഓഫ് പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് കൺട്രോൾ ആണ്. നമുക്ക് ഓരോന്നും നോക്കാം. അതായത് ലെവൽ 1 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ലെവൽ. ഇതെന്ന് പറയുമ്പോൾ അഡ്ഹോക്ക് ആൻഡ് കയോട്ടിക് പ്രോസസ് ആണ്. അതായത് സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ എഫേർട്ട്. അതുപോലെ തന്നെ ഔട്ട്കംസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി L2 എന്ന് പറയുമ്പോൾ ലെവൽ 2, അതെന്ന് പറയുന്നത് റിപ്പീറ്റബിൾ. ഇവിടെ എഴുതുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണേ. അതായത് ലെവൽ 1-നകത്ത് ഒരു ഇനീഷ്യൽ ലെവലാണ്, ലെവൽ 2 റിപ്പീറ്റബിൾ ആണ്. അതായത് ബേസിക് പ്രൊജക്ട് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട്. സിമിലർ പ്രൊജക്ട്സിന്റെ റിസൾട്ട്സ് റിപ്പീറ്റബിൾ ആയിട്ടുള്ള തരത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ ലെവൽ 2 ആവുമ്പോഴേക്ക് എന്ത് നടക്കും? ട്രാക്കിംഗ് കോസ്റ്റ്, ഷെഡ്യൂൾ ആൻഡ് പെർഫോമൻസ്, അതൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ലെവൽ 3 എന്ന് പറയുമ്പോൾ ഡിഫൈൻഡ് എന്നുള്ളതാണ്. അതായത് ഓർഗനൈസേഷൻ വൈഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോസസ് ഡോക്യുമെന്റേഷനും ഇംപ്രൂവ്മെന്റും ഒക്കെ എംഫസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിഫൈൻഡ് പ്രോസസ് ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്, അത് ലെവൽ 3-ലാണ് നമ്മൾ റീച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലെവൽ 4-ലാണെങ്കിൽ മാനേജ്ഡ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് ആണ് പ്രോസസ് കൺട്രോളിന് യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എല്ലാം പിന്നെ പ്രോസസ് പ്രെഡിക്റ്റബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ മെഷറിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി എന്നതാണ് ഫോക്കസ് ചെയ്യുക. ആൻഡ് ഇൻ ലെവൽ 5 ദ ഫൈനൽ ലെവൽ ഈസ് ഒപ്റ്റിമൈസിങ്. ഇതിനകത്താണ് കണ്ടിന്യൂസ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് ലൈക്ക് സിക്സ് സിഗ്മ ഒക്കെ വരുന്നത്. ഇതിനകത്ത് ഇന്നോവേഷനും ഡിഫക്ട് പ്രിവെൻഷനും ഒക്കെ എംഫസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് റിഫൈൻമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ക്യാപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സസ് അസസ് ചെയ്യുന്നതിനും ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. ഇതിൽ 5 മെച്യൂരിറ്റി ലെവൽസ് ഉണ്ട്. ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു എന്താ പറയാ, ഇൻക്രീസിംഗ് ഡിഗ്രി ഓഫ് പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് കൺട്രോൾ. അതാണ് ഓരോ ലെവലിലും, ഓരോ ലെവൽ ബൈ ലെവൽ ആയിട്ടാണ് അത് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഓക്കെ,
ആദ്യം ഇനീഷ്യൽ, പിന്നെ റിപ്പീറ്റബിൾ, ഡിഫൈൻഡ്, മാനേജ്ഡ്, ഒപ്റ്റിമൈസിങ് എത്തുമ്പോഴേക്കും എന്താണ് നമ്മൾ പറഞ്ഞത്, കണ്ടിന്യൂസ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇന്നോവേറ്റീവും അതുപോലെ തന്നെ ഡിഫക്ട് പ്രിവെൻഷനും ഒക്കെ നല്ല രീതിയിൽ എംഫസൈസ് ചെയ്യുന്നുണ്ടാവും. ഫീഡ്ബാക്ക് ലൂപ്സ്, റിഫൈൻമെന്റ് അതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുവാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കുക, ഒരു ഇനീഷ്യൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്റെ കൈവശം ഒന്നും പ്രത്യേകിച്ച് റിസോഴ്സസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കുറച്ച് സ്കിൽ സെറ്റ് മാത്രം യൂസ് ചെയ്തിട്ട്, അതെന്ന് പറയുന്നത് ശരിക്കും ഒരു അഡ്ഹോക്ക് ആൻഡ് കയോട്ടിക് പ്രോസസ് ആയിരിക്കും. സക്സസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിന്റെ എഫേർട്ടിനെ അനുസരിച്ചിരിക്കും. നമുക്ക് ഔട്ട്കം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് റിപ്പീറ്റഡ് ആയി കേട്ട് നോക്കുക. എന്നിട്ട് എങ്ങനെയായിരിക്കും ഒരു MNC, വെൽ എസ്റ്റാബ്ലിഷ്ഡ് MNC ഈ ലെവൽ 5 എത്തുന്നത് എന്ന പ്രോസസ്സ് മനസ്സിലങ്ങ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. ഇതിനകത്ത് ഈ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ലെവൽ ഓഫ് മെച്യൂരിറ്റി ഇൻ SCI CMM ലെവൽ 4 ആണ് പറഞ്ഞിട്ടുള്ളത്. ലെവൽ 4 എന്ന് പറയുന്നത് മാനേജ്ഡ് ആണ്. അത് നമ്മളിവിടെ പഠിച്ചു അല്ലെ, മാനേജ്ഡ് ആണ്. ഡിഫൈൻഡ് എന്ന് പറയുന്നത് ഏതാണ് ലെവല്, ശരിക്കും ലെവൽ 3 വരുന്നത്. ഒപ്റ്റിമൈസ്ഡ് എന്ന് പറയുന്ന അത് ലെവൽ 5 വരുന്നത്. റിപ്പീറ്റബിൾ വരുന്നത് ലെവൽ 2 കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A. സോ ഇവിടെ വെച്ചിട്ട് ഞാൻ ഡേ 14 ഈ പറയുന്ന PYQ Blitz 25 day wind up ചെയ്യാണ്. ആക്ച്വലി വി ഹാവ് ഡിസ്കസ്ഡ് മോർ ദാൻ 25 ക്വസ്റ്റ്യൻസ് ടുഡേ. ആ സബ്ജക്ട് വൈസ് ഒന്ന് കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ കണ്ടന്റ്സ് ഓർഗനൈസ് ചെയ്തത്. ഈ സെയിം പേപ്പറിലെ റിമൈനിങ് 20 ക്വസ്റ്റ്യൻസ് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ദ നെക്സ്റ്റ് ഡേ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിന്ന് കണ്ടന്റ്സ് പുതുതായി കിട്ടി അല്ലെങ്കിൽ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുക. ഈ വർഷത്തേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പോലെയുള്ള പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ സ്റ്റേ ഫോക്കസ്ഡ് ഓൺ അവർ സെഷൻസ്. ഓക്കെ, ഈ ഒരു PYQ ബ്ലിറ്റ്സ് ഇന്റൻസീവ് PYQ സ്റ്റഡീസിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൺഫർമേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് വെച്ചാല് സിലബസ് റിലീസ് ആവും. അന്നേരം നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും, തിയറി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ നിങ്ങൾക്ക് ഈ പറയുന്ന PYQസും തിയറി ക്ലാസ്സസും തമ്മിൽ റിലേറ്റ് ചെയ്ത് ആ തിയറി ഒന്നുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ നമ്മൾ കണ്ടന്റ്സ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വർഷത്തെ മാത്രമല്ല, ഇനി വരുന്ന വർഷങ്ങളിൽ കേരള PSC നടത്താൻ ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ബേസിക് എലിജിബിലിറ്റി ആയി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഹിയർ ഐ ആം സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters.